മുരിഞ്ഞിരുന്നു, മറ്റേ വശം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. അപ്പം വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണ് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ എങ്ങനെയാണ് എഗ് പനിയാരം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു വലിയ സവാള പൊടിയായിട്ട് കൊത്തി എറിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ബൗളിലേക്ക് ഇടുകയാണ്. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഇടുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതാ ചെറുതായിട്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് മുറിച്ചിടാം. കുഞ്ഞുഞ്ഞായിട്ട് മുറിച്ച് നമുക്ക് അതിനകത്തേക്ക് ഇടാം. പിന്നെ ഇതിനകത്തേക്ക് ഇടുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. പിന്നെ ഉള്ളിയുടെ കൂടെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതിടാം. ക്യാരറ്റോ ക്യാബേജോ എന്ത് വേണേലും ഇടാം. അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം. റോ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതിടാം. റോ വെജിറ്റബിൾ കഴിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ സാലഡ്സിൻ്റെ കൂട്ടത്തിൽ, അതുപോലെ ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിടണം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. 2 മുട്ടയുടെ പനിയാരമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, ഒരു കളറിന് വേണ്ടി മാത്രം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ഇടേണ്ടവർക്ക് അതിടാം, അല്ല മുളക് പൊടി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം. ഞാൻ ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും. അതിലേക്ക് ഒരു മുട്ട ആദ്യം ഒന്ന് ഒഴിച്ചു. ഇനി അടുത്ത മുട്ടകൾ നമുക്ക് ഒഴിക്കാം. രണ്ടാമത്തെ മുട്ട ഒഴിച്ചു. ഇനി ഇത് നമുക്ക് നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് പനിയാരമാക്കുന്നത് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്നതിന് നമ്മൾ ഉണ്ണിയപ്പക്കാര ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 1 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അധികം ഓയിൽ വേണ്ട, 1 ഡ്രോപ്പ് അല്ല 2 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി, മുട്ട ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണ് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് ചീനച്ചട്ടിയിലോ ഒക്കെ ഒഴിച്ചിട്ടല്ലേ, ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എഗ് പനിയാരം എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഇതിന് വളരെ പ്രശസ്തിയുള്ളൊരു പലഹാരമായിട്ട് തന്നെയാണ് അവർ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്ക് സ്നാക്സ് കഴിക്കുന്നതിന് പകരം അവരിങ്ങനെ ഉണ്ടാക്കി കഴിക്കും ചായയുടെ കൂടെയൊക്കെ. ആദ്യം ഹൈ ഫ്ലെയിം വെച്ചിട്ട് പിന്നീട് നമ്മളത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇത് നന്നായിട്ട് വെന്ത് വരണം മുട്ടയിൽ. ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് മുകൾ ഭാഗം കൂടി വെന്ത് കിട്ടും. തിരിച്ചിട്ടിട്ടുണ്ട്. എല്ലാ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിരുന്നു, മറ്റേ വശം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. അപ്പം വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ലൈക്കും ഷെയറും ഒന്നുമില്ല, സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലെ ഉള്ളവർക്കൊക്കെ അതൊരു പ്രോത്സാഹനമാകത്തുള്ളൂ. പുതിയ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കഴിക്കാത്ത കുട്ടികളെയൊക്കെ നമുക്ക് കഴിപ്പിക്കാനായിട്ട് വളരെ നല്ല. മുട്ട കഴിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവരെയൊക്കെ നമുക്കിങ്ങനെ ഒരു നല്ലതായിട്ട് 2 സൈഡും മുരിഞ്ഞിട്ടുണ്ട്. നല്ല ബോള് പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. തന്നെ 2 സൈഡും നന്നായിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ബാറ്ററും കൂടെ ബാക്കിയുണ്ട്, അതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. പനിയാരം ഇവിടെ റെഡി ആയിരിക്കും.
ആയിപ്പോയി എൻ്റെ പനിയാരെങ്കിലും ചെറിയ ഉണ്ണിയപ്പക്കാരയാണ്, അതുകൊണ്ടാണ് അത് ചെറുതായിപ്പോയി. വലിയ ഉണ്ണിയപ്പക്കാരുള്ളവർക്ക് നല്ലതാണ്, വലുതായിട്ട് തന്നെ കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.